സർവകലാ സദസ്സിനുള്ള യാത്രക്കിടയിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ കോടതി നടപടികൾക്ക് സ്റ്റേ. ഹൈക്കോടതി സ്റ്റേ ഉത്തരവ് നൽകിയത് എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പരാതിയിൽ. മുഖ്യമന്ത്രിക്കെതിരായ നടപടി വേണമെങ്കിൽ ഗവർണറുടെ പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കണമെന്ന് കോടതി. മുഹമ്മദ് ഷിയാസ് സാക്ഷിയല്ലെന്നും പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾക്ക് വഴി തുറന്ന് സർക്കാർ. താൽക്കാലിക VC നിയമനത്തിനായി 2 ദിവസം കാത്തിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർക്കാരിന് പിടിവാശിയില്ല, ഉണ്ടായില്ലെങ്കിൽ ഗവർണർമാരുമായി ആശയവിനിമയം നടത്തും. വീണ്ടും കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ. രാജ്യസഭാംഗമായി തന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ ഉയർന്ന കലപിലകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്നുവെന്ന് സി സദാനന്ദൻ. ഫേസ്ബുക്കിലിട്ട കുറിപ്പിലാണ് പ്രതികരണം. ഈ മാസം 21-ന് MP-ആയി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും സദാനന്ദന്റെ കുറിപ്പ്. 18-ാം തീയതിയിലെ BJP സ്ഥാനാർത്ഥി ഭാരവാഹി യോഗത്തിനു ശേഷം ഡൽഹിക്ക് പുറപ്പെടും. വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിലെത്തി. ചിത്രം റിലീസ് ചെയ്തത് മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലും. വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതെ സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയും അണിയറ പ്രവർത്തകരും സിനിമ കണ്ടത് തൃശൂർ രാഗം തിയേറ്ററിൽ. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് പിന്നാലെ വികാരാധീനനായി സംവിധായകൻ പ്രവീൺ നാരായണൻ. പ്രേക്ഷകർക്ക് നന്ദി എന്നായിരുന്നു സംവിധായകന്റെ പ്രതികരണം. പിന്നാലെ സന്തോഷം പങ്കുവച്ച് അണിയറ പ്രവർത്തകർ കേക്ക് മുറിച്ചു. യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം തുടരുന്നു. വധശിക്ഷ നടപ്പാക്കിയേ തീരൂ എന്ന നിലപാടിൽ കൊല്ലപ്പെട്ട തലാൽ മെഹദിയുടെ കുടുംബം നീട്ടിവെച്ച വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട്. നിരവധി പേരെ കൊന്നു കുഴിച്ചിട്ട ധർമ്മസ്ഥലയിൽ കോടതി ഉത്തരവിന് പുല്ലുവില. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ ഒരുക്കാതെ പോലീസ്. വിശദമായ അന്വേഷണം വേണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. പ്രദേശത്ത് പരിശോധന വൈകുന്നതിൽ ദുരൂഹത. ഷാർജ